നമുക്കിന്ന് കുറച്ച് വിത്ത് പാകാം. അതിനായിട്ട് ഞാൻ ചീരവിത്ത്, തക്കാളി, മുളക് പിന്നെ പീച്ചിങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. ചീരവിത്ത് പാകുമ്പോൾ മണ്ണ് നന്നായിട്ട് കൊത്തി കിളച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം. എന്നിട്ട് വിത്ത് പാകുക. വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മണലും കൂടി മിക്സ് ചെയ്തിട്ട് വേണം പാകാനായിട്ട്. അതാകുമ്പോൾ വിത്ത് എല്ലായിടത്തും എത്തും. അതിനുശേഷം ഞാൻ അതിൻ്റെ സൈഡിലും പിന്നെ വിത്ത് പാകിയെടുത്തെല്ലാം മഞ്ഞൾപ്പൊടി തൂവി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിത്ത് ഉറുമ്പ് വന്ന് കൊണ്ടുപോകും. ഇനി അടുത്തതായിട്ട് തക്കാളിയും മുളകൊക്കെയാണ് ഞാൻ നടാൻ പോകുന്നത്. അതിനായിട്ട് മണ്ണെടുത്തിട്ട് അതിൽ കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗ്രോ ബാഗിലാണ് ഞാനിത് ചെയ്യുന്നത്. ഗ്രോ ബാഗിൻ്റെ മുക്കാ ഭാഗത്തോളം ഞാൻ കരിയില കൊണ്ട് നിറച്ച് വെച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് മണ്ണിടും. ഇനി ഞാനിപ്പോൾ പീച്ചിങ്ങയുടെ വിത്താണ് നടന്നത്. പീച്ചിങ്ങയുടെ വിത്ത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ പെട്ടെന്ന് മുളയ്ക്കും. തക്കാളി മുളകും ഞാൻ വേറെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. ഇനി നട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തണലുള്ള ഒരു സ്ഥലത്ത് ഇത് ഒതുക്കി വെക്കുക മുളയ്ക്കുന്നവരെ. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോസിൽ പറയാം കേട്ടോ.